പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നൂറുദ്ദീൻ വയനാട്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 5 സെന്റും നല്ലൊരു വില്ലയും വന്നിട്ടുണ്ട്. ഒരു ഫ്രഷ് വില്ലയാണ് കേട്ടോ. ഇത് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ഈ വില്ല ഉള്ളത്. വയനാട് ജില്ലയിലാണ്, വൈത്തിരിയിലാണ്. നമുക്കറിയാം, കോട, മഞ്ഞ്, തണുപ്പൊക്കെ ഏത് സമയത്തും ലഭിക്കുന്ന നല്ലൊരു സ്ഥലമാണ്. ഹൈവേയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ്. നല്ല ഒരു സംഭവമാണ്. നമുക്കൊന്ന് കണ്ടു. നമ്മുടെ വില്ലയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത് കാണുന്നത്. തൊട്ടുമുമ്പിലാണ് നമ്മളെ വില്ല ഉള്ളത്. രണ്ട് സൈഡിലും ഇതുപോലെ നല്ല വ്യൂ ആണ്. നമുക്ക് തേയിലന്റെ വ്യൂ ആണ്. ഈ സെന്ററിലൂടെയാണ് നമ്മൾ ഈ റോഡ് ഇങ്ങനെ പോകുന്നത്, വില്ലയിലേക്കുള്ള റോഡ്. അപ്പോൾ ഇത് വയനാട് ജില്ലയിലാണ്, വൈത്തിരി ചുണ്ടന്റെ ഇടയിലായിട്ടാണ് കേട്ടോ. നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ വില്ല പണിതിരിക്കുന്നത്. വയനാടിന്റെ ഏറ്റവും കൂടുതൽ ഈ കോട, മഞ്ഞ്, തണുപ്പൊക്കെ ലഭിക്കുന്ന ഒരു ഏരിയയാണ് വൈത്തിരി, ചുണ്ട ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമുക്കിവിടെ ഏത് സമയത്തും നല്ല കോട, മഞ്ഞ്, തണുപ്പൊക്കെ ഇങ്ങനെ ലഭിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. താഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ചുണ്ട, വൈത്തിരി ഭാഗങ്ങളൊക്കെ. നമ്മൾ ഏകദേശം നമ്മുടെ വില്ലന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പച്ചപ്പാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ നല്ലൊരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ലൊരു സൈലന്റ് ഏരിയയും കൂടിയാണ്. ഇത് നമുക്കൊരു ഇടക്കാല വസതിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു സെക്കൻഡ് ഹോം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ, ഈ ജോലി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിന്റെ ജോലി വെക്കേഷൻ ടൈമിലും, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു ക്യാപ്പിൽ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ സ്വന്തമായിട്ട് വയനാടിന്റെ ആ തണുപ്പും കോടയൊക്കെയുള്ള കാലാവസ്ഥയിൽ ഒരു വില്ലൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. നമ്മളെ ബൗണ്ടറിയിലുള്ള ഗേറ്റ് ഒക്കെയാണ് ഇത് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോ ഈ വന്ന റോഡ് ഇത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ. നമ്മൾ ആ കണ്ട ഗേറ്റിന്റെ ഉൾവശത്താണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ വില്ലന്റെ സൗകര്യം എന്ന് പറയുന്നത് ഒരു സിറ്റ് ഔട്ട്, ഹാള്, കിച്ചന്, ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, അങ്ങനെയൊക്കെയാണ് സൗകര്യം ഉള്ളത്. നമുക്കിനി ബെഡ്റൂം കൂട്ടിയെടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫുള്ള് ഫില്ലറിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെഡ്റൂം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഫർണിച്ചർ അടക്കമാണ് നമ്മളെ ഈ വില്ല വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. പരിസരത്ത് ഇതാ പുതിയൊരു വില്ലന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താണ് നമ്മളിതാ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. അതുപോലെ റോഡ് നല്ല സൗകര്യമാണ്. നമുക്ക് എല്ലാ വാഹനങ്ങളും സുഖമായിട്ട് നമ്മുടെ ഈ സ്പോട്ടിലേക്ക് എത്താം. ഈ വില്ലയിലേക്ക് എത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് 5 സെന്റ് സ്ഥലമാണെങ്കിലും കൂടി അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു സ്ക്വയറായ 5 സെന്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമുണ്ട്. ചുറ്റിലും ഇതാ ഇതുപോലെ നെറ്റോ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ബൗണ്ടറി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വില്ലന്റെ സൈഡ് ഭാഗവും ബാക്ക് ഭാഗമൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഫുള്ള് ഫില്ലറിലാണ് ഈ വില്ല പണിതിരിക്കുന്നത്. ഫുള്ള് കോൺക്രീറ്റ് ആണ്. ഇതിൽ താഴ്ഭാഗത്ത് നമുക്ക് 2 ബെഡ്റൂം ഒക്കെ എടുക്കാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂമും ബാത്റൂമും ഒക്കെ എടുക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. വെള്ളത്തിന് ഇത് നല്ലൊരു ഓപ്പൺ വെല്ലാണ്. വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉള്ളൊരു ഏരിയ ആണ്. ഇവിടുത്തെ സൈഡിലേക്കൊക്കെ നല്ല അത്യാവശ്യം സൗകര്യമുണ്ട്. വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിലേക്കൊക്കെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നേരെ നമുക്ക് നമ്മൾ വില്ലന്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയറോ കണ്ടില്ലേ, നല്ല മോഡലായിട്ടാണ് കേട്ടോ ഇവര് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ റൂഫില് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത ഓടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ തണുപ്പ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ നമ്മുടെ ഈ ബാൽക്കണി ഉള്ളത്. 2 ബാൽക്കണി ഉണ്ട് നമ്മുടെ ഈ വില്ലയിൽ. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞാലുള്ള ഹാളാണ്, വലിയൊരു ഹാളാണ് കേട്ടോ. ഈ ഹാളിലോ കണ്ടില്ലേ, സീലിംഗ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലൊക്കെ ഫുള്ള് LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഉള്ളിൽ കണ്ടില്ല, അതാ സോഫ ഉണ്ട്, ടീപ്പോ ഉണ്ട്, TV ഒക്കെ ഉണ്ട്. ഇതില് നല്ല കർട്ടൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്.
കിച്ചനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കിച്ചണിലൊക്കെ സീലിംഗ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ഫുള്ള് സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിലൊക്കെ ഉണ്ടല്ലോ സൈഡിൽ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത്, ഇവിടുന്നൊക്കെ നമുക്ക് ആ തൈലം ഇങ്ങനെ കാണാം കിച്ചണിന്നൊക്കെ. ഇത് ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നല്ല സീലിംഗിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. സൈഡിലൊക്കെ നല്ല കർട്ടൻ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിലുള്ളത് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ്, ഉള്ളിൽ വാഷ് ബേസ്, ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ബാൽക്കണിയാണ്. ഇവിടുന്നൊക്കെ നല്ല വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സൗകര്യങ്ങൾ. അപ്പോൾ ഈ 5 സെന്റിന് വില്ലക്കും ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ 30 ലക്ഷം രൂപയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.